ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയത്ത് ദൈവവചനവുമായി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. നിത്യജീവ മൊഴികളുടെ കഴിഞ്ഞ കാലങ്ങളിലെ എപ്പിസോഡുകളിൽ ദൈവവചനം പ്രസ്താവിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്നതോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഈ പകലിലും നാം ഒരുമിച്ച് ചിന്തിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ വിടുതലിനും ദൈവപ്രവർത്തിക്കും കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇന്ന് പകലിലെ ചിന്തയ്ക്ക് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിൻ്റെ ശേഷമോ അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, അബ്രാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. 15-ാം അധ്യായം ആരംഭിക്കുന്നത് അതിൻ്റെ ശേഷം എന്ന ആ ഒരു പദപ്രയോഗത്തോടു കൂടെയാണ്. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വിഷയമുണ്ട്. 14-ാം അധ്യായത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതിനുശേഷമായിട്ടാണ് അബ്രഹാമിനോട് സർവശക്തനായ ദൈവം ഇടപെടുന്നത്. എന്താണ് തൊട്ട് തലേ അധ്യായത്തിൽ, അതായത് 14-ാം അധ്യായത്തിൽ സംഭവിച്ചത്? നമുക്കറിയാം, അബ്രാമിൻ്റെ ഇടയന്മാർക്കും ലോത്തിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. അബ്രാമിനെ വിട്ട് ലോത്ത് മാറി താമസിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലം. ലോത്ത് ഏത് ദേശത്താണ് പാർക്കുന്നത് എന്നത് ഈ 14-ാം അധ്യായത്തിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. സോദോം ഗോമോറ ദേശത്ത്. ഇവിടെ തൻ്റെ ഇടയന്മാരോട് പിണങ്ങി മാറി താമസിക്കുന്ന ലോത്ത് അഭിമുഖീകരിച്ച ഒരു വലിയ പ്രതിസന്ധി. ആ പ്രതിസന്ധിയുടെ ആഴങ്ങളിൽ അബ്രാം തന്നെ സഹായിപ്പാനായിട്ട് വരുന്ന ഒരു ചിത്രമാണ് 14-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഇതാ സോദോം രാജാവിനോട് ചേർന്ന് ഒരു പറ്റം രാജാക്കന്മാർ, അവരെ എതിർപ്പാനായിട്ട് മറ്റൊരു കൂട്ടം രാജാക്കന്മാർ. അവിടെ ഉണ്ടായ വലിയ യുദ്ധത്തിൽ സോദോം രാജാവും കൂട്ടരും വളരെ ദയനീയമായി പരാജയപ്പെട്ട ചിത്രം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. സോദോം രാജാവും ഗോമോറ രാജാവും ഓടിപ്പോയി കീഴ്ക്കുഴികൾക്കകത്തളങ്ങളിൽ വീണു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. വളരെ ദയനീയമായ ഒരു പരാജയത്തിൻ്റെ അനുഭവം. കൂടാതെ ഈ രാജാക്കന്മാർ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അവരുടെ സമ്പത്തും അവരുടെ ഭക്ഷണ സാധനങ്ങളും അവരുടെ വിശേഷപ്പെട്ട എല്ലാ സാധന സാമഗ്രികളും ശത്രു രാജാക്കന്മാർ അപഹരിച്ചു കൊണ്ടുപോയി. അതവിടെ ഇരിക്കട്ടെ. എന്നാൽ അതിനേക്കാൾ അബ്രാമിനെ വേദനിപ്പിക്കുന്നൊരു വിഷയം, ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും ഈ ശത്രു രാജാക്കന്മാർ അപഹരിച്ചു കൊണ്ടുപോയി. ഇത് കേട്ടപാടെ അബ്രാമിൻ്റെ മനസ്സിനകത്ത് വളരെ വിഷമം തട്ടുവാനിടയായി. സ്വാഭാവികമായിട്ടും തന്നെ വിട്ട് മാറി താമസിക്കുന്ന സഹോദരപുത്രനായ ലോത്ത്, അവൻ എന്നെ വിട്ടു പോയത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് അവൻ്റെ കഷ്ടതയുടെ മേഖലയിൽ അവനെ വിട്ട് അകന്നിരിപ്പാനല്ല, അവന് വലം കരം കൊടുത്ത് അവനെ സഹായിക്കുവാൻ, അവനെ രക്ഷിക്കുവാൻ ഉള്ള ഒരു നല്ല മനസ്സ്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, കാലാകാലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ച നിലവാരത്തിലുള്ള സഹകരണങ്ങളോ ആത്മാർത്ഥതയോ
പലരിൽ നിന്നും ലഭിച്ചില്ല എന്ന് വരികിലും അവരുടെ കഷ്ടകാലങ്ങളിൽ, അവരുടെ വേദനയുടെ സന്ദർഭങ്ങളിൽ അകലം വിട്ടിരിക്കുന്നവനല്ല ഒരു ദൈവ പൈതൽ. ഒരു ആത്മീകൻ അവൻ്റെ കഷ്ടതയുടെ മേഖലയിലും അവനെ ആശ്വസിപ്പിക്കുവാൻ, അവനെ ശുശ്രൂഷിക്കുവാൻ, അവനെ ബലപ്പെടുത്തുവാൻ, അവനാവശ്യമുള്ള സഹായങ്ങൾ നൽകിക്കൊടുക്കുവാൻ കഴിയുന്ന ഒരു നല്ല മനസ്സ്. ലോത്ത് കഷ്ടത്തിന്റെ മേഖലയിലാണ്. അവനെയും അവന്റെ സർവ്വസമ്പത്തിനെയും ശത്രുരാജ്യക്കാര് അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ അബ്രാം മാറി നിൽക്കുവാൻ അവൻ താല്പര്യപ്പെട്ടില്ല. അവൻ കടന്നു ചെന്നു. 318 അഭ്യാസികളെയും കൊണ്ട് അബ്രാം ഇതാ ശത്രുരാജാക്കന്മാരെ പിന്തുടർന്ന് ലോത്തിനെയും അവന്റെ കുടുംബത്തെയും അവന്റെ സർവ്വസമ്പത്തിനെയും രക്ഷിപ്പാനിടയായി എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ശരിയായ ആത്മീക നിലവാരത്തിന്റെ മനോഹരമായ ചിത്രമാണ് ഇവിടെ വ്യക്തമാകുന്നത്. നമ്മെ ദ്രോഹിച്ചവർ കാണാം, നമ്മുടെ വേദനകളിൽ അകന്നു നിന്നവർ കാണാം, മാറി നിന്ന് ചിരിച്ചവർ കാണാം. എന്നാൽ അവരുടെ കഷ്ടങ്ങളുടെ മേഖലകളിൽ ഒരു ശരിയായ ദൈവ പൈതൽ, ഒരു ആത്മീകൻ അകന്ന് മാറി നിൽക്കുകയല്ല, അവന് സഹായത്തിന് വലം കരം കൊടുക്കുവാനുള്ള ഒരു നല്ല മനസ്സ്. അബ്രാം ഇവിടെ ഈ ശത്രുരാജാക്കന്മാരെ പിന്തുടർന്ന് ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും ഒക്കെ വിടുവിച്ചതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. 14-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു. തൻ്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു. സോദോം രാജാവിന് അവനോട് കൂടെയുള്ള രാജാക്കന്മാർക്ക് കഴിയാത്തത് അബ്രഹാമിന് ഇവിടെ കഴിഞ്ഞു. അബ്രഹാം വളരെ ധീരമായി അവരുടെ പടവെട്ടി അവരെ ജയിച്ച് ഈ സമ്പത്തുമായി ആൾക്കാരുമായിട്ട് മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന ഈ പ്രത്യേക അവസരത്തിൽ സോദോം രാജാവും അബ്രാമും തമ്മിൽ ഒരു സംഭാഷണം. ആ സംഭാഷണത്തിന് ഒടുവിലാണ് സർവശക്തനായ ദൈവം അബ്രാമിനോട് പറയുന്നത്, നീ ഭയപ്പെടേണ്ട. എന്തുകൊണ്ടായിരിക്കാം അബ്രാമിനോട് ഇങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്? ശ്രദ്ധിക്കണമേ, സോദോം രാജാവിന്റെ മുൻപിലും ലോത്തിന്റെ മുൻപിലും ഇതര സമൂഹത്തിന് നടുവിലും അബ്രാം ഇപ്പോൾ ഒരു ഹീറോയാണ്. ധീരമായ ഒരു ചുവടുവയ്പിലൂടെ ശത്രുരാജാക്കന്മാരെ തോൽപ്പിച്ച് അവർ അപഹരിച്ചതിനെ മടക്കിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞ അബ്രാം എല്ലാവരുടെയും മുൻപിൽ ഒരു വലിയ മാന്യപാത്രമാണ്. എന്നാൽ അത്രത്തോളം ധീരതയുടെ ചുവടുവെപ്പുകൾ നടത്തിയ അബ്രാമിനോട് ദൈവം പറയുക, നീ ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട എന്ന് പറയണം എങ്കിൽ അബ്രാം മനസ്സിന്റെ ഉള്ളിൽ പേടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? ഒരു പക്ഷേ അബ്രാം പേടിച്ച് കാണാൻ വഴി, ഇവിടെ നാം വായിക്കുന്നതനുസരിച്ച് എല്ലാ നിലകളിലും ജയത്തിന്റെ ഒരു നല്ല അനുഭവം അബ്രാമിന്റെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ടു. പിന്നെ എന്തിനാ അബ്രാം പേടിക്കുന്നേ? ന്യായമായിട്ടും നമുക്കങ്ങനെ ചോദിക്കാം. എങ്കിലും അബ്രാമിന്റെ മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചിന്ത, ഇന്ന് ഞാൻ ഇവരെ ജയിച്ചു, നാളെ ഇവർ ഈ ശത്രുരാജാക്കന്മാർ ഒരുമിച്ച് കൂടി എനിക്കെതിരെ യുദ്ധത്തിന് വന്നാൽ അന്ന് ഒരുപക്ഷെ പരാജയമായിരിക്കാം ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു ചിന്താഭാരം ഒരു പക്ഷേ അബ്രാമിന്റെ മനസ്സിലുണ്ടായി കാണാം. ഇന്ന് ഞാൻ ലോത്തിന് വേണ്ടി ഇറങ്ങി, ഇന്ന് ഞാൻ സോദോം രാജാവിനെ സഹായിപ്പാൻ ഇറങ്ങി, ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരെ സഹായിപ്പാൻ, അവരെ രക്ഷിപ്പാൻ ഞാൻ ഇറങ്ങി. എന്നാൽ നാളെ ഒരു പക്ഷേ എനിക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നത്തിന്റെ നടുവിൽ, വേദനയുടെ നടുവിൽ ഇന്ന് ഞാൻ സഹായിച്ച ആരും തന്നെ എന്നെ തിരിഞ്ഞു നോക്കുവാൻ ഇല്ലാത്തൊരു സന്ദർഭം വന്നേക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്താക്കുഴപ്പം ഒരു പക്ഷേ അബ്രാമിനെ നേരിട്ട് കാണാം. അതുകൊണ്ട് സർവശക്തനായ ദൈവം പറയുക, അബ്രാമേ,
നിന്റെ ഹൃദയത്തിന്റെ ഭാരം മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ഞാൻ നിന്നെ അറിയുന്നുണ്ട്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട. ചിരിച്ച മുഖത്തോടെ, സന്തോഷവദനത്തോടെ, കളിച്ച് ഉല്ലസിച്ച് നടക്കുമ്പോൾ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലെ തേങ്ങലുകൾ ലോകത്തിലെ ഒരു മനുഷ്യനും സഹോദരങ്ങൾക്കും രക്തബന്ധങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഉടയതമ്പുരാൻ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങൾ, നമ്മുടെ മനസ്സിന്റെ വേദനകൾ നന്നായിട്ട് അറിയുന്നു എന്നത് ദൈവമക്കൾ മറന്നു പോകരുത്. അബ്രഹാമിന്റെ മനസ്സിലെ ചിന്താക്കുഴപ്പങ്ങൾ ഒരുപക്ഷെ ലോത്ത് മനസ്സിലാക്കി കാണുകയില്ല. അബ്രഹാമിന്റെ മനസ്സിലെ വേദനകൾ സോദോം രാജാവ് മനസ്സിലാക്കി കാണുകയില്ല. കാരണം അവരുടെ എല്ലാം മുൻപിൽ ഒരു വലിയ ഹീറോയാണ് അബ്രഹാം. എന്നാൽ അബ്രഹാം തൻ്റെ ഉള്ളിൽ വേദനിക്കുന്ന വിഷയങ്ങൾ, ഭാരപ്പെടുന്ന വിഷയങ്ങൾ, ഭയപ്പെടുന്ന വിഷയങ്ങൾ നന്നായി ഒപ്പിയെടുത്തുകൊണ്ട് സർവശക്തനായ ദൈവം പറയുന്നു, അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, ഈ വചനം ശ്രവിക്കുമ്പോൾ മറ്റുള്ളവർ മുമ്പിൽ നാം വളരെ നന്നായിട്ട് പെരുമാറുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളോ നമ്മുടെ ജീവിതത്തിൻ്റെ ഭയങ്ങളോ മറ്റാരും തിരിച്ചറിയുന്നില്ല താനും. എന്നാൽ ആരും അറിയാതെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേദനിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുക്കുവാൻ സർവശക്തനായ ദൈവം ഉണ്ട്. അവൻ മതിയായവനാണ്, അവൻ സർവശക്തനാണ് എന്നത് നാം മറന്നു പോകരുത്. അടുത്തൊരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞത്? ഇവിടെ ജയശ്രീലാളിതനായിട്ട് അബ്രാം സമ്പത്തുക്കളും ആളുകളുമായിട്ടൊക്കെ മടങ്ങി വരുമ്പോ സോദോം രാജാവ് അബ്രാമിനോട് പറയുന്നൊരു വിഷയമുണ്ട്. 14-ാം അധ്യായം 21-ാം വാക്യം. സോദോം രാജാവ് അബ്രാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക. കാരണം ഈ യുദ്ധത്തിലെ ജയത്തിന്റെ സമ്പൂർണ്ണ ക്രെഡിറ്റും അബ്രാമേ നിനക്കുള്ളതാ. അതുകൊണ്ട് നീ തിരിച്ചു പിടിച്ച ഈ സമ്പത്ത് മുഴുവൻ നിനക്ക് അവകാശപ്പെട്ടതാ. അത് നീ എടുത്തോ, ആളുകളെ മാത്രം എനിക്ക് തരിക. എന്നാൽ അബ്രാം സോദോം രാജാവിനോട് പറയുന്ന ശ്രദ്ധേയമായ ഒരു പ്രസ്താവന നമുക്ക് പിന്നത്തേതിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്താണത്? അതിന് അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ, ചെരുപ്പ് വാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. അവിടെ ഈ അബ്രാം സോദോം രാജാവ് വെച്ചു നീട്ടിയ ഈ സമ്പത്ത് എടുക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം അവൻ അധ്വാനിച്ചിട്ട്, അവൻ കഷ്ടപ്പെട്ടിട്ട്, മറ്റാർക്കും കഴിയാത്ത മേഖലകളിൽ അവൻ വിജയം കൊയ്തിട്ട് ഈ അവകാശങ്ങൾ ന്യായമായിട്ടും അവൻ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അബ്രാമിന്റെ മനസ്സിൽ കൂടെ പോയ ചിന്ത വ്യത്യസ്തമാണ്. കാരണം ദൈവം എന്നെ വിളിച്ചിറക്കിയതാ, ദൈവം എനിക്ക് വാഗ്ദത്തങ്ങൾ നൽകിയതാ. ആ വാഗ്ദത്തത്തിനകത്ത് മറ്റൊരാളിന്റെ സഹായവും എനിക്ക് വേണ്ടതില്ല. കാരണം ഈ ലോകത്ത് ഒരു പ്രത്യേക സ്ഥാനത്ത് ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുമ്പോൾ അവിടെ വെച്ച് ഉടയതമ്പുരാൻ സർവശക്തനായ ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ കഴിയും. ആ അനുഗ്രഹത്തിനകത്ത് നാളെ മറ്റൊരാളും കൂടെ കടന്നു കയറാതിരിപ്പാൻ അബ്രാം ബുദ്ധിയോടും ദൈവകൃപയോടും കൂടെ പറഞ്ഞു, സോദോം രാജാവേ, നിന്റെ ഓഫറിന് നന്ദി, പക്ഷെ എനിക്കിത് വേണ്ട. ശ്രദ്ധിക്കണമേ, ന്യായമായ അവകാശങ്ങൾ പോലും അവൻ തള്ളിക്കളയുകയാണ്. എന്തിനു വേണ്ടി? ദൈവനാമത്തിന് അപമാനം സംഭവിക്കരുത്. ദൈവനാമം നാളെ ദൂഷിക്കപ്പെടുവാനിടയാകരുത്. സ്നേഹിതരെ, നാം ചെയ്യുന്ന വിഷയം തികച്ചും ശരിയായ വിഷയമായിരിക്കാം. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ഒക്കെ ന്യായം എന്ന് തോന്നുന്ന വിഷയങ്ങളായിരിക്കാം. എന്നാൽ നാളെ ഈ വിഷയം മറ്റുള്ളവർ വിശകലനം ചെയ്യുമ്പോൾ ദൈവനാമത്തിന് എന്തെങ്കിലും കോട്ടം വരുന്നത് നമ്മുടെ ജീവിതത്തിൽ കിടക്കുവാൻ പാടില്ല. ആ ഒരു വലിയ നിഷ്കർഷ, ആ ഒരു ഉറച്ച തീരുമാനം,
അബ്രാമിന് ഉണ്ടായിരുന്നത് കൊണ്ട് അബ്രാം പറയുക, സോദോം രാജാവേ, നീ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് പറഞ്ഞത്, നീ എന്നോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ഇത് പറഞ്ഞത്, നിന്റെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട വിടുതലിന് നന്ദി സൂചകമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ ആരാധിക്കുന്ന, ഞാൻ സേവിക്കുന്ന സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ നാമത്തിന് അപമാനം വരുന്നതൊന്നും എനിക്ക് വേണ്ടവേ വേണ്ട. തന്റെ ഇടത്തോടെ, ചങ്കൂറ്റത്തോടെ ഉറച്ച ഒരു തീരുമാനം അബ്രാം എടുക്കുവാനിടയായി. അബ്രാം പറഞ്ഞു, ഒരു ചരടാകട്ടെ, ഒരു ചെരുപ്പിന്റെ വാറാകട്ടെ, എനിക്ക് യാതൊന്നും വേണ്ട, വിശേഷപ്പെട്ട വസ്തുക്കൾ വേണ്ട, എന്തെങ്കിലും അല്പം ഓർമ്മയ്ക്കായിട്ടിരിക്കട്ടെന്നല്ല, യാതൊന്നും നിന്റെ വകയിൽ നിന്നും എനിക്ക് വേണ്ട. ഉടയതമ്പുരാൻ ഇത് നോക്കി നിൽക്കുകയാണ്. സർവശക്തനായ ദൈവം ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അബ്രാം ചെയ്യുന്ന സത്യം, അബ്രാം എടുക്കുന്ന തീരുമാനം സർവശക്തനായ ദൈവം വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ദൈവം പിന്നത്തേതിൽ അബ്രാമിനോട് ഇടപെടാനിടയായി. അബ്രാമേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാണ്. നീ എൻ്റെ നാമം നിമിത്തം തള്ളിക്കളഞ്ഞത്, നീ എൻ്റെ നാമം നിമിത്തം ഉപേക്ഷിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രിയ സ്നേഹിതരെ, ദൈവനാമ നിമിത്തം എന്തെങ്കിലും നഷ്ടം ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വേദനകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, സർവശക്തനായ ദൈവം ആർക്കും കടക്കാരനല്ല. അവൻ എല്ലാം അറിഞ്ഞ് നമ്മെ ആദരിപ്പാൻ അവൻ മതിയായവൻ തന്നെയാണ്. അബ്രാമേ, നിന്റെ ജീവിതത്തിൽ നിനക്ക് ന്യായമായിട്ടും ലഭിക്കപ്പെടേണ്ട നന്മ എന്ന് പറയുന്നത്, സമ്പത്ത്, നീ എൻ്റെ നിമിത്തം നീ ഉപേക്ഷിച്ചു. അത് എനിക്ക് കാണാതിരിക്കാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവനാമ നിമിത്തം ജീവിതത്തിൽ വന്നിട്ടുള്ള വേദനകളെയും ജീവിതത്തിൽ വന്നിട്ടുള്ള കഷ്ടങ്ങളെയും സർവശക്തനായ ദൈവം നോക്കിക്കാണുകയാണ്. അവൻ നമ്മെ ആദരിപ്പാൻ മതിയായവൻ തന്നെയാണ്. ആ ദൈവം പറയുക, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിച നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. അതെ, ആ ദൈവകരങ്ങളിൽ ഇന്ന് പകൽക്കാലം ഒന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ കഴിയുമോ? ദൈവനാമ നിമിത്തം, ആരാധന നിമിത്തം, ദൈവത്തോടുള്ള പ്രതിബദ്ധത നിമിത്തം നഷ്ടങ്ങളുടെ കണക്കുകൾ നമുക്ക് പറയുവാനുണ്ടെങ്കിൽ, ഇല്ല, എൻ്റെ ദൈവം ആർക്കും കടക്കാരനായിരുന്നിട്ടില്ല, അവൻ നമ്മെ ആദരിപ്പാൻ മതിയായവൻ തന്നെയാണ്. ആ ദൈവകരങ്ങളിൽ ഇന്ന് ഒന്ന് വിട്ടുകൊടുക്കുവാൻ നമുക്കിടയാകട്ടെ. അബ്രാമിനെ ആദരിച്ച ദൈവം, അബ്രാമിനെ സമ്പന്നനാക്കിയത് സോദോം രാജാവല്ല, ഈ ലോകത്തിലെ രാജാക്കന്മാരല്ല, സർവശക്തനായ ദൈവമത്രേ അബ്രാമിനെ സമ്പന്നനാക്കിയത്. ഇന്നും അബ്രാമിന്റെ പേര് ലോക ജാതികളുടെ ഇടയിൽ, ലോക സമൂഹത്തിന് നടുവിൽ ഇന്നും ഉയർന്നു കേൾക്കുന്ന ഒരേ ഒരു കാരണം, സർവശക്തനായ ദൈവം അവനെ അനുഗ്രഹിച്ചത് കൊണ്ട്. അതെ, നമുക്കാവശ്യം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഈ ലോകം വെച്ച് നീട്ടുന്ന സമ്മാനങ്ങളല്ല നമുക്ക് വേണ്ടത്. സർവശക്തനായ ദൈവം നമ്മെ ആദരിപ്പാൻ, നമ്മെ അനുഗ്രഹിപ്പാൻ ഈ പകൽക്കാലം കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. എവിടെയാ ദൈവാനുഗ്രഹം? ഉറച്ച തീരുമാനങ്ങളുടെ നടുവിൽ. എവിടെയാ ദൈവാനുഗ്രഹം? ജീവിതത്തിൽ ചിലതിനോട് വിട പറയേണ്ട നിമിഷങ്ങളിൽ ദൈവാനുഗ്രഹം നമ്മുടെ മേൽ കർത്താവ് നൽകി തരികയാണ്. ആ ദൈവകരങ്ങളിൽ നമ്മെ ഒന്ന് വിട്ടുകൊടുക്കാം. ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ോരാശ്രയം ഭൂവിൽ നിന്മാർവിലല്ലാതില്ലെനിക്ക് വിശ്രാമം വേറെ. ഈ പാരിലും പരത്തിലും നീ ദൈവമേ, നീയല്ലാതില്ലാരും എന്നീശുവല്ലാതില്ലെനിക്ക്
മാത്രം മതിയെനിക്കേതു നേരത്തും. എൻ രക്ഷകാ എൻ ദൈവമേ, നീയല്ലാതില്ലാരും എൻ യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും. എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയ. ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ രക്ഷകാ എൻ ദൈവമേ, നീയല്ലാതില്ലാരും എൻ യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. ക്ഷീണിതരോഗത്തിലും നീ മാത്രമെൻ വൈദ്യം. എൻ ക്ഷീണിതരോഗത്തിലും നീ മാത്രമെൻ വൈദ്യം. മറ്റാരെയും ഞാൻ കാണുന്നില്ലൻ രോഗശാന്തിക്കാൻ. നിൻ മാർവിടം എന്നാശ്രയം എൻ യേശു കർത്താവേ. എൻ രക്ഷകാ എൻ ദൈവമേ, നീയല്ലാതില്ലാരും എൻ യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. ഹല്ലേലൂയ. ജീവിതത്തിൽ വേദനകളും ഭാരങ്ങളും ആരുമറിയാത്ത നൊമ്പരങ്ങളും പേറിക്കൊണ്ട് ഓരോ നിമിഷവും ഓരോ ദിവസവും തള്ളി നീക്കുമ്പോൾ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചാട്ട്, അപ്പാ, എന്നെ അറിയുന്നവൻ സർവശക്തനായ ദൈവം മാത്രമാ, എൻ്റെ വേദനകൾ അറിയുന്നവൻ കർത്താവ് മാത്രമാ. ഒരുമിച്ച് ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം.
പ്രിയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ ഞങ്ങളുടെ വേദനകൾ അറിയുവാൻ രക്തബന്ധങ്ങൾക്കോ സഹോദരങ്ങൾക്കോ കൂട്ടുവിശ്വാസികൾക്കോ കഴിയാതെ ഇരിക്കുമ്പോൾ ഞങ്ങളെ നന്നായി അറിയുന്ന ഒരു ദൈവം ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ കഷ്ടങ്ങളുടെ മേഖലകളിൽ ഞങ്ങളെ കരം പിടിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങാണ് ഞങ്ങളുടെ പരിച. ഈ ലോക ജീവിതത്തിൽ ശത്രു ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്കെതിരെ കടന്നു വരട്ടെ, അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും പരിചയും. ഞങ്ങളുടെ തല ഉയർത്തുന്നവനുമാകയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പ്രതിഫലമാണ്. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ലോകത്തിൽ തിരുനാമ നിമിത്തം ഉപേക്ഷിച്ചത്, തള്ളിക്കളഞ്ഞത് കർത്താവ് അറിയുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവ് മനസ്സിലാക്കുന്നു. ആ ദൈവകരങ്ങളിൽ ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ശ്രോതാക്കളായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. അവിടുത്തെ നാമത്തിന്റെ മഹത്വം കാണുവാൻ കർത്താവ് കൃപ നൽകണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. രക്ഷകൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.